എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, മദ്യപാനം, പുകവലി, ചീട്ടുകളി, മോഷണം, മൊബൈൽ ഗെയിം, മയക്കുമരുന്ന് എന്നിവയ്ക്ക് അടിമപ്പെട്ട് മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് നാശകരമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരെ ദൈവിക വചനങ്ങൾ കൊണ്ട് വിശുദ്ധീകരിച്ച് ദൈവിക കൃപയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഓരോ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണ വേളയിൽ ശിഷ്യന്മാരോടും യേശുവിനെ കേൾക്കുവാൻ വന്ന ദൈവജനത്തോടും പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്നും ഉപ്പിന്റെ ഉറ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്തോന്നുകൊണ്ട് അതിന് ഉറ കൂട്ടാം എന്നും യേശു മത്തായിയുടെ സുവിശേഷം 5:13 ചോദിക്കുന്നു. ഉപ്പിന് എങ്ങനെ ഉറ കൂട്ടാം എന്ന് അറിവില്ലാത്തവർ അതെടുത്ത് പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാൻ ഉപയോഗിക്കുന്നു. എന്നാൽ എങ്ങനെ വീണ്ടും ഉപ്പിന് ഉറ കൂട്ടാം എന്നതിനെ കുറിച്ച് യേശുതമ്പുരാൻ തന്നെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ ഇപ്രകാരം പറയുന്നു, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും, ഉപ്പ് നല്ലത് തന്നെ. ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തോന്നിനാൽ അതിന് രസം വരുത്തും. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരുമായിരിപ്പീൻ. പ്രിയമുള്ളവരെ, ഉപ്പിന്റെ ഉറ നഷ്ടപ്പെട്ടാൽ വീണ്ടും തീ കൊണ്ട് ഉറ കൂട്ടപ്പെടും എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. മനുഷ്യനാകുന്ന ഉപ്പിന്റെ ഗുണങ്ങളാകുന്ന ഉറ നഷ്ടപ്പെട്ടാൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാലുള്ള അഭിഷേകത്താൽ വീണ്ടും ഉറ കൂട്ടപ്പെടും. അവർ ചൈതന്യമുള്ള ശ്രേഷ്ഠമായ ഗുണങ്ങളുള്ള മനുഷ്യരായി രൂപാന്തരപ്പെടും എന്നാണ് യേശുതമ്പുരാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങളിൽ ഒന്നാണ് തീയ്. 6 പ്രതീകങ്ങളെ കുറിച്ച് പറയുന്നു. അവ അഗ്നി അല്ലെങ്കിൽ തീയ്, വായു, വെള്ളം, എണ്ണ, പ്രാവ്, മുദ്ര എന്നിവയാണ്. ലോകരക്ഷകനായ യേശുക്രിസ്തുവിന് മുൻപായി വന്ന യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലൂടെയാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. പരിശുദ്ധാത്മാവിന്റെ തീയാലുള്ള അഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കണമെന്ന് ശിഷ്യന്മാരോട് യേശു തന്റെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുൻപായി അപ്പോസ്തല പ്രവൃത്തികൾ 1:4-5 വാക്യങ്ങളിൽ പറയുന്നു. അങ്ങനെ യേശു അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങളിൽ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള അഭിഷേകം ലഭിച്ചു കഴിയുമ്പോൾ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ഉപ്പിന്റെ ഉറ തിരികെ ലഭിക്കുന്നു. അങ്ങനെ മാനുഷിക മൂല്യങ്ങളും സവിശേഷമായ എല്ലാ ഗുണങ്ങളുമുള്ള വ്യക്തിയായി മാറുന്നു. അത് എപ്രകാരമാണ് സംഭവിക്കുന്നത് എന്ന് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഇങ്ങനെ പറയുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. അന്ന് 17 രാജ്യങ്ങളിൽ നിന്ന് 17 വിധത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് ജെറുസലേമിൽ വന്നു കൂടിയത്. മത്സ്യബന്ധന തൊഴിലാളികളായ ഗലീലക്കാരായ മനുഷ്യർ അവർ പിടിക്കുന്ന മത്സ്യത്തെ അല്ലാതെ ആരും അവരെയോ സ്നേഹിക്കുകയോ അംഗീകരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തിരുന്നില്ല. എല്ലാവരും അവരെ പുച്ഛിച്ചു തള്ളിയിരുന്നു.
എന്നാൽ പരിശുദ്ധാത്മാവിന്റെ തീയാലുള്ള അഭിഷേകം ലഭിച്ചപ്പോൾ എല്ലാവരും അവരെ അംഗീകരിക്കുന്നു, എല്ലാവരും അവരെ ബഹുമാനിക്കുന്നു. അവർ പറയുന്ന ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ സ്വീകരിക്കുവാൻ എല്ലാവർക്കും സാധിക്കുന്നു. അവർ മറ്റുള്ളവരുടെ മുൻപിൽ അത്ഭുതമായി മാറുന്നു. പ്രിയമുള്ളവരെ, യേശുവിന്റെ ശിഷ്യന്മാരെ പോലെ പരിശുദ്ധാത്മാ അഭിഷേകം ലഭിച്ച് ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.